نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ് ഒന്ന് രണ്ട് ഖുതുബകളിലായി നാം പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തിരുമേനിയുടെ ആഗമനം ഒരനുഗ്രഹമായിരുന്നുവെന്നും കഷ്ടപ്പെടുന്ന മനുഷ്യ സമൂഹത്തെ മോചിപ്പിച്ചെടുത്തത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, മുഴുവൻ മനുഷ്യലോകത്തിനുമുള്ള കാരുണ്യമായിട്ടാണ് നാം താങ്കളെ നിയോഗിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. സമൂഹത്തിലെ എക്കാലത്തും വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കുകയും പീഡന മർദ്ദനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്ത സമൂഹമാണ് സ്ത്രീകൾ. ഈ സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിന് വേണ്ടി അവരെ സമൂഹത്തിൽ വ്യക്തിത്വമുള്ളവരും സ്വാതന്ത്ര്യമുള്ളവരും ആക്കി തീർക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുവദിച്ച അവകാശങ്ങളും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്വാതന്ത്ര്യവും വീണ്ടെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. പക്ഷേ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രവാചകനെയും സ്ത്രീ വിരോധിയായിട്ടും സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിക്കുന്നവനായിട്ടും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിഭാഗം എന്ന നിലക്കുമാണ് ഇന്ന് പ്രചരണം നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മൊത്തം പൊതുസമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് എതിരാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു മതമാണ്. അതുകൊണ്ട് സ്ത്രീജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പീഡനത്തിന്റെ ജീവിത സിദ്ധാന്തം എന്നാണ് ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളെ നമ്മൾ നിരീക്ഷിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങളെയും വിപ്ലവങ്ങളെയും സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ കുപ്രചരണങ്ങൾ തികച്ചും അവാസ്തവമാണ് എന്നും അതിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നും ബോധ്യപ്പെടുന്നതാണ്. അറേബ്യൻ സമൂഹം സ്ത്രീകളെ അങ്ങേയറ്റം വെറുത്തിരുന്ന ഒരു സമൂഹമാണ്. സ്ത്രീ സമൂഹത്തിലെ
വളരെയേറെ ദുരിതങ്ങളും പ്രയാസങ്ങളും നടമാടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. സ്ത്രീകളെ വളരെ അവജ്ഞയോടും വെറുപ്പോടും കൂടി കാണുകയും സമൂഹത്തിന്റെ എല്ലാ ഉന്നത തലങ്ങളിൽ നിന്നും അവരെ ആട്ടിയോടിക്കുകയും ചെയ്ത ഒരു സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ചരിത്രം നമുക്ക് വളരെ വ്യക്തമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീ പ്രസവിക്കുന്നത് പെൺകുട്ടിയാണ് എന്നറിയുകയാണ് എങ്കിൽ അതോടുകൂടി മാനം ഇടിഞ്ഞു വീണതുപോലെയുള്ള എന്തോ തരത്തിലുള്ള ഒരു അപമാനം സംഭവിച്ചതുപോലുള്ള ഒരു പ്രതികരണമായിരുന്നു ആ സമൂഹത്തിൻ്റേത് എന്ന് ചരിത്രം ഏകോപിച്ച് പറയുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അത് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കലീം യതവാറാ മിനൽ ഖൗം. ഒരാൾക്ക് ഒരു പെൺകുട്ടി ജനിച്ചു എന്നുള്ള വിവരം കിട്ടിയാൽ അവന്റെ മുഖമാകെ കറുത്തിരുണ്ടുപോയി. അവൻ ദുഃഖിതനാണ്. അവന് ക്ഷോഭം അടക്കാൻ സാധിക്കുന്നില്ല. അവൻ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു നടക്കുകയാണ്. യതവാറാ മിനൽ ഖൗം. എന്തോ തരത്തിലുള്ള മാനഹാനി സംഭവിച്ചു. ആളുകളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുകയില്ല. ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പെണ്ണ് പിറന്നു എന്ന് കേട്ടാൽ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. അത് പലപ്പോഴും ക്രൂരമായ പല നടപടികളും സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുമായിരുന്നു. ജീവനോടെ തന്നെ കുട്ടികളെ കുഴിച്ചുമൂടുമായിരുന്നു. അങ്ങനെയുള്ള ആ വശത്തേക്കും വിശുദ്ധ ഖുർആൻ തന്നെ വെളിച്ചം വീശുന്നുണ്ട്. ആൺകുട്ടികൾ മാത്രമാണ് അധ്വാനിക്കാൻ കഴിവുള്ളവർ. അവരാണ് സമ്പാദിച്ച് എന്തെങ്കിലും കുടുംബത്തെ പോറ്റാൻ സാധിക്കുന്നവർ. പെൺകുട്ടികൾക്ക് അതിന് സാധ്യമല്ല. അതുകൊണ്ട് പെൺകുട്ടി ജനിക്കരുത്, അഥവാ ജനിച്ചാൽ അതിനെ ജീവിക്കാൻ അനുവദിക്കരുത്. ഇതായിരുന്നു അവരുടെ ചിന്ത. അതിനെ സംബന്ധിച്ചാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാക്കും. വലാ തഖ്തുലു ഔലാദക്കും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൊല്ലരുത്. ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഒരിക്കലും കൊന്നുപോകരുത്. നഹ്നു നർസുഖുഹും വഇയ്യാക്കും, അവർക്കും നിങ്ങൾക്കുമൊക്കെ ആഹാരം നൽകുന്നത് അല്ലാഹുവാണ്, നാമാണ്. അപ്പോൾ ആഹാരം നൽകുന്നവൻ വേറെ ആളാണ്. അവൻ എല്ലാവർക്കും ആഹാരം നൽകിക്കോളും. അത് ഭയന്നുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് അങ്ങനെയാണ്. കുഴിച്ചുമൂടപ്പെട്ട കുട്ടികളോട് നാളെ പരലോകത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കെതിരായി സാക്ഷിമൊഴിയെടുക്കുന്നതാണ്. ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്ത് കാരണത്താലാണ് അത് കൊല്ലപ്പെട്ടത്, എന്തായിരുന്നു ആ പിഞ്ചു പൈതലിന്റെ തെറ്റ്, എന്ത് പാതകമാണ് അത് ചെയ്തത്, അതിനെ ഇങ്ങനെ ജീവനോടെ കൊഴിച്ചുമൂടാൻ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് മക്കയിലും മദീനയിലും അറേബ്യയിലും ഒക്കെ ഉണ്ടായിരുന്നത് എന്നും ആ സമൂഹം സ്ത്രീകളെ നോക്കിക്കണ്ടിരുന്നത് ആ രീതിയിലായിരുന്നുവെന്നും നമുക്കിതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇവിടെ നിന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുർബല വിഭാഗത്തെ, അബലകളെ കൈപിടിച്ചുയർത്തുന്നത്, അവർക്ക് സ്ഥാനവും പദവിയും നൽകി ആദരിക്കുന്നത്, സമൂഹത്തിൽ ബഹുമാനത്തോടുകൂടി അവരെ നോക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുന്നത്. പല നടപടികളും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കി അവരുടെ വ്യക്തിത്വം അംഗീകരിച്ചു കൊടുക്കുന്ന, അവർക്ക് നേരെ ആദരവുണ്ടാക്കുന്ന, അവരുടെ സ്ഥാനവും പദവിയുമൊക്കെ അവർക്ക് വകവെച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പല നടപടിക്രമങ്ങളും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നടപ്പാക്കി. മാനസികമായ അവരുടെ വീക്ഷണത്തെ തന്നെ മാറ്റിയെടുക്കേണ്ടതുണ്ട്.
സ്ത്രീകളുടെ നേരെയുള്ള അവരുടെ ആ കാഴ്ചപ്പാട് തന്നെ തെറ്റാണ്. ആ കാഴ്ചപ്പാടിനെ തിരുത്തി അവർക്ക് സമൂഹത്തിൽ മാന്യതയും അന്തസ്സും ഉള്ള ഒരു പദവിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിനുവേണ്ടി പ്രവാചകൻ അങ്ങേയറ്റം പരിശ്രമിച്ചു. ആ ജനങ്ങളുടെ അവരുടെ ഇടയിൽ വളരെ വേരൂന്നിയ ആചാര സമ്പ്രദായങ്ങളെ പിഴുതെറിയുന്നതിന് വേണ്ടി, അവരുടെ മനസ്സിൽ രൂഢമൂലമായ ചിന്തകളെ അവിടെ നിന്ന് പറിച്ചു എടുക്കുന്നതിന് വേണ്ടി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കഠിനമായി പ്രയത്നിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തിരുമേനി അവരോട് പറഞ്ഞു, പഠിപ്പിച്ചു, അന്നിസാഉ ശഖായിഖുർ റിജാൽ, അന്നിസാഉ ശഖായിഖുർ റിജാൽ. സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ കൂടപ്പിറപ്പുകളാണ്. നിങ്ങൾ എങ്ങനെയാണോ ജനിക്കുന്നത്, നിങ്ങൾ എവിടെയാണോ ജനിക്കുന്നത്, നിങ്ങളെപ്പോലെ തന്നെയുള്ള വ്യക്തിത്വവും ആത്മാവും ഒക്കെയുള്ള അതേ സൃഷ്ടികളാണ് സ്ത്രീകളും, കൂടപ്പിറപ്പുകളാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വ ഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണം. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ഒരു ആത്മാവിൽ നിന്നാണ് അവൻ നിങ്ങളെ സൃഷ്ടിച്ചത്. ഒരേ ഒരു നഫ്സിൽ നിന്ന്, അതിൽ നിന്നാണ് മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചത്. ആണിനെ മാത്രമല്ല, മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചത് ഒരേ ഒരു നഫ്സിൽ നിന്നാണ്. വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. ഏതൊരു വസ്തുവിൽ നിന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ചത്, അതേ ജനുസിൽ നിന്നാണ്, അതേ വർഗത്തിൽ നിന്നാണ് ഹവ്വായെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. വഖലഖ മിൻഹാ സൗജഹാ. അങ്ങനെ ആദമിനെയും ഹവ്വായിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ രീതിയിൽ പടച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. അവര് രണ്ട് ആളിൽ നിന്നുമായി, വബസ്സ മിൻഹുമാ, ആദമിൽ നിന്നും ഹവ്വായിൽ നിന്നുമായി ധാരാളം സ്ത്രീ പുരുഷന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സൃഷ്ടിച്ചു വിട്ടു. അപ്പോൾ നിങ്ങളുടെ എല്ലാം അസ്ല് ഒന്നാണ്. ആണും പെണ്ണുമെല്ലാം തന്നെ ഒരേ ഒരു മൂലത്തിൽ നിന്ന് വരുന്നതാണ്. ഇത് പരിശുദ്ധ ഖുർആൻ അവരെ ആദ്യമായി പറഞ്ഞു പഠിപ്പിക്കുകയുണ്ടായി. വിവേചനങ്ങളില്ല. നമ്മുടെ മഹാന്മാരായ ഉലമാക്കന്മാർ പറയാറുണ്ട്, സമൂഹത്തിന്റെ അർദ്ധഭാഗമാണ് സ്ത്രീകൾ, സമൂഹത്തിന്റെ പകുതിയാണ് സ്ത്രീകൾ, ബാക്കിയുള്ള പകുതി പുരുഷന്മാർ ഈ സ്ത്രീകളുടെ മടിത്തട്ടിൽ വളരുന്നവരാണ്. എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് പ്രത്യേകമായി അവകാശപ്പെടാൻ ഒന്നുമില്ല. അവര് എല്ലാ പുരുഷന്മാരും സ്ത്രീകളുടെ മടിത്തട്ടിൽ വളർന്നവരാണ്. അപ്പൊ ഒന്നുകിൽ മുഴുവൻ 50% സ്ത്രീകൾ, മറ്റേ 50% പുരുഷന്മാർ എന്ന് നോക്കുമ്പോൾ ആ 50%വും ഈ സ്ത്രീകളുടെ മടിത്തട്ടിൽ വളർന്നവർ. ഇങ്ങനെയാണ് മനുഷ്യ സമൂഹമുള്ളത്. സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ മുഖ്യമായ ഘടകം എന്ന് നമ്മെ നമ്മുടെ ഉലമാക്കന്മാർ, ഇമാമുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉളിഉ അമല ആമിലിൻ മിൻകും മിൻ ദഖരിൻ ഔ ഉൻസാ ബഅലുകും മിൻ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലും ഒരു വിവേചനവുമില്ല. പുരുഷനെന്നോ സ്ത്രീയെന്നോ ഉള്ള വിവേചനങ്ങളില്ല. അല്ലാഹു അവരോട് പറഞ്ഞത് അന്നീ ലാ ഉളിഉ അമല ആമിലിൻ മിൻകും മിൻ ദഖരിൻ ഔ ഉൻസാ. ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങളുടെ ഒരാളുടെയും ഒരു പ്രവർത്തനവും അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കുകയില്ല. ബഅലുകും മിൻ ബഅദ്, നിങ്ങൾ പരസ്പരം ഓരോ വർഗവും മറ്റേ വർഗത്തിൽ നിന്നുണ്ടായിത്തീരുന്ന ആണും പെണ്ണുമായി കൊണ്ട് ജനിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇടയിലൊന്നും ഒരു വിവേചനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നില്ല. ഈ സ്ത്രീയും പുരുഷനുമൊക്കെ അത് ഒന്നാണ്, ഒരു അസ്ലാണ്, ഒരേ ഒരു മൂലകമാണ് എന്ന രീതിയിൽ ആ ജനങ്ങളെ ഇസ്ലാം ബോധവൽക്കരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ സമൂഹത്തിൽ നടമാടിയിരുന്ന പലതരത്തിലുള്ള അനാചാരങ്ങൾ, പലതരത്തിലുള്ള സ്ത്രീ പീഡനങ്ങൾ, സ്ത്രീ സമൂഹത്തിന്റെ നേരെ അവർ പുലർത്തിയിരുന്ന അസമത്വങ്ങൾ, ഇതിനെയൊക്കെ തച്ചുടക്കുന്നതിന് വേണ്ടി വളരെയേറെ പ്രയാസപ്പെടുകയും അങ്ങനെ ഓരോരോ നടപടിക്രമങ്ങൾ
അവർക്കിടയിൽ നടപ്പാക്കി അവരെ ശുദ്ധീകരിക്കുകയും ചെയ്തു. പ്രവാചകന്റെ നിയോഗ ലക്ഷ്യം തന്നെ അതായിരുന്നല്ലോ, ശുദ്ധീകരണം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. ആ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് അവരെ നന്നാക്കിയെടുക്കാനാണ്, സംസ്കരിച്ചെടുക്കാനാണ്. അവർ അസംസ്കൃത പദാർത്ഥങ്ങളാണ്. അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ ജീവിത രീതികൾ, അവരുടെ ആചാര സമ്പ്രദായങ്ങൾ ഇതൊക്കെ അസംസ്കൃതമാണ്. അവരെ സംസ്കരിച്ചെടുക്കുക എന്ന ദൗത്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പരിഷ്കരണ പ്രവർത്തനത്തിന്റെ, സംസ്കരണ പ്രവർത്തനത്തിന്റെ മുഖ്യമായ ഒരു ഭാഗം ചെലവഴിച്ചത് ഈ സ്ത്രീ ജനങ്ങളുടെ അവകാശങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുകയും അവർക്ക് നേരെയുള്ള അക്രമവും മർദ്ദനവും അവസാനിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. അവരോട് പ്രവാചകൻ പറഞ്ഞു, വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാഇ ഇൻ അറദന തഹസ്സുന. ഈ പെൺകുട്ടികൾ അവർ ചാരിത്രത്തോടുകൂടി ശുദ്ധമായ ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവരെ ആരെയും തന്നെ നിങ്ങൾ വ്യഭിചാരത്തിന് നിർബന്ധിക്കരുത്. വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാഇ ഇൻ അറദന തഹസ്സുനൻ. അവരെ മാന്യമായി ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഭൗതികമായ സമ്പാദ്യത്തിനു വേണ്ടി അവരെ വ്യഭിചാരത്തിന് നിർബന്ധിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒരിക്കലും തന്നെ ചെയ്യരുത്. വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല. ഈ രൂപത്തിലുള്ള സ്ത്രീജനങ്ങളെ ചൂഷണം ചെയ്യുക, പുരുഷന്റെ സമ്പാദ്യമാർഗമായിട്ട് അവരെ പ്രയോജനപ്പെടുത്തുക, സമൂഹത്തിൽ അവിഹിതമായ സമ്പാദ്യം വേഗം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ചില വൃത്തികെട്ട മ്ലേച്ഛമായ പ്രവർത്തനങ്ങളും വ്യാപാര മേഖലകളുമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ മൃഗീയമായ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ ചരിത്രത്തിൽ തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് വളരെ അവകാശങ്ങളൊക്കെ വകവെച്ചു കൊടുക്കുകയും സ്വാതന്ത്ര്യം അവർക്ക് പരമാവധി, ആ സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ രൂപം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ. അങ്ങനെ സ്വാതന്ത്ര്യം നൽകി എന്ന് അവകാശപ്പെട്ട് പൊങ്ങച്ചം നടിക്കുകയും ചെയ്യുന്ന സമൂഹത്തിൽ ഇന്ന് വളരെയേറെ ശക്തിയായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ സ്ത്രീകളെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ അതിന്റെ ദല്ലാളന്മാരായും അതിന്റെ പ്രവാചകന്മാരായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന വലിയ ഒരു വ്യാപാര മേഖല തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സിനിമയുടെ ലോകം, നടീനടന്മാരുടെ ലോകം, അതുപോലെ തന്നെ ഫിലിമുകളുടെ ലോകം, അതുപോലെ തന്നെ വലിയ വലിയ ഹോട്ടലുകളുടെയും അതുപോലെയുള്ള മറ്റ് റിസോർട്ടുകളുടെയുമായ മേഖലകൾ, ഇതൊക്കെ ഈ പഴയ ജാഹിലിയത്തിന്റെ അതേ കച്ചവടത്തിന്റെ ആളുകളാണ്. അവരാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് നടക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീജനങ്ങളെ ഇത്തരത്തിലുള്ള ക്രൂരതകളിൽ നിന്ന് മോചിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അവർ മാന്യമായി ജീവിക്കാൻ അവരെ അനുവദിക്കണം. ഇതിനായിരുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗണന നൽകിയത്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാഇ ഇൻ അറദന തഹസ്സുനൻ തബ്തഗൂന അറദൽ ഹയാത്തി ദുനിയ. ഐഹികമായ ജീവിതത്തിന്റെ നക്കാപ്പിച്ചകൾക്ക് വേണ്ടി, ഭൗതികമായ സമ്പാദ്യം ലഭിക്കുന്നതിന് വേണ്ടി, വളരെ വേഗത്തിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന മേഖലയാണെന്ന് കണ്ടുകൊണ്ട് പെൺകുട്ടികളെ, സ്ത്രീകളെ നിങ്ങൾ ഒരിക്കലും വ്യഭിചാരത്തിന് നിർബന്ധിക്കരുത് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ബോധവൽക്കരിക്കുകയുണ്ടായി. നാം ആലോചിച്ചു നോക്കുക, അറേബ്യൻ സമൂഹത്തിന്റെ സ്ഥിതി വളരെ വ്യാപകമായ തോതിൽ വ്യഭിചാരശാലകൾ നടത്തിയിരുന്ന സമൂഹമായിരുന്നു അത്. അവരുടെ വിവാഹ രീതികളെ സംബന്ധിച്ചൊക്കെ തന്നെ ചരിത്രത്തിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാ ആളുകളും ചില സ്ത്രീകളെ സമീപിക്കുകയും അങ്ങനെ അവർ ഗർഭിണികളായി പ്രസവിക്കുമ്പോൾ ആ സ്ത്രീ ആരാണ് ഈ കുട്ടിയുടെ പിതാവ് എന്ന് പ്രഖ്യാപിക്കുന്നുവോ അത് അംഗീകരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ വിവാഹത്തിന്റെ ഒരു രീതി എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ വളരെ വ്യാപകമായ തോതിൽ വ്യഭിചാരം നടന്നിരുന്ന ഒരു സമൂഹമായിരുന്നു അവരുടെ ജാഹിലിയ സമൂഹം. ഈ സമൂഹത്തെയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധീകരിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ബഹുഭാര്യത്വത്തിന്റെ രൂപം നമുക്കെടുക്കാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൽ ബഹുഭാര്യത്വത്തിന്റെ ചില പഴുതുകൾ അവശേഷിപ്പിച്ചു എന്നതാണല്ലോ വലിയ ഒരു വിമർശനം.
സ്ത്രീകളോട് ചെയ്ത ഏറ്റവും വലിയ ഒരു ക്രൂരതയായിക്കൊണ്ട് എടുത്തു പറയുന്നത് ഇസ്ലാമിൽ ബഹുഭാര്യത്വമുണ്ട്. ഒന്നിലേറെ വിവാഹം കഴിക്കാനുള്ള അനുവാദം ഇസ്ലാം നൽകുന്നു. അത് സ്ത്രീകളോടുള്ള വലിയൊരു ക്രൂരതയാണ്, സ്ത്രീകളോടുള്ള അങ്ങേയറ്റത്തെ ഒരു അനീതിയാണ്. ഇതാണ് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാം ആലോചിച്ചു നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എത്രയും വിവാഹം കഴിക്കാം, അതിനൊരു പരിധിയൊന്നുമില്ല. ആ രീതിയിൽ ഒരാൾക്ക് 8, 10, 100 വേണമെങ്കിൽ വിവാഹങ്ങൾ കഴിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രീതിയാണ്. പല ഗോത്രനായകന്മാരും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുത്തേക്ക് വന്നപ്പോൾ അവരുടെ ഭാര്യമാരായിക്കൊണ്ട് എത്രയോ എണ്ണങ്ങളുണ്ട്. 10 അതിലധികവുമൊക്കെ ഭാര്യമാരെ വെച്ചുകൊണ്ടിരുന്ന പല ഗോത്ര നായകന്മാരെയും കാണാൻ സാധിക്കും. ഇന്നും ആഫ്രിക്കയിലെ ചില ജനസമൂഹങ്ങളിലെ ചില ഗോത്രങ്ങളുടെ നേതാക്കന്മാരൊക്കെ 50, 60, 100 വിവാഹം കഴിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. ആ പഴയ ജാഹിലിയ സമ്പ്രദായങ്ങൾ അതേപടി തുടരുന്നത്. അപ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പിന്നെ എന്താണ് ഇവിടെ ചെയ്തത്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ രൂപത്തിൽ കണ്ടമാനം വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ശരിയല്ല, അത് മനുഷ്യത്വപരമല്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ നിയന്ത്രണങ്ങൾ വേണം. ആ നിയന്ത്രണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അവർക്ക് ചില രീതികൾ പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് അനിവാര്യമായ സാഹചര്യങ്ങൾ വരികയാണ് എങ്കിൽ, നിർബന്ധിതമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒന്നിലേറെ വിവാഹം കഴിക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷെ അതേ അവസരത്തിൽ മാന്യമായും അന്തസ്സോടുകൂടിയും നീതിപരമായും നിങ്ങൾക്ക് വൈവാഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ ഒന്നിലേറെ ഭാര്യമാരുണ്ടായാൽ എന്ന ആശങ്കയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിവാഹം മാത്രമേ കഴിക്കാവൂ. ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദതൻ, നീതി പ്രവർത്തിക്കുകയില്ല. ഭാര്യമാർക്കും കുട്ടികൾക്കും ചെലവ് കൊടുക്കുക, അവരുടെ ഹലാലായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ അവരെ മാന്യമായ രീതിയിൽ സംരക്ഷിക്കുക, അവരോട് നീതിപൂർവകമായി പെരുമാറുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ ആ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ പ്രയാസകരമായിരിക്കും. ആശങ്കയുണ്ടായാൽ ഫവാഹിദതൻ, ഒരു സ്ത്രീയെ മാത്രമേ നിങ്ങൾ വിവാഹം കഴിക്കാവൂ. അല്ല എങ്കിൽ ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായിരിക്കും ഒന്നിലേറെ വിവാഹം കഴിക്കുക എന്നുള്ളത്. ഒന്നുകിൽ ആദ്യത്തെ ഭാര്യയെ മൊഴിചൊല്ലി ഒഴിവാക്കി അവളുടെ പാട്ടിന് വിടണം, അല്ലെങ്കിൽ ആ ഭാര്യയോടൊപ്പമുള്ള ജീവിതത്തെ നിലനിർത്തി വേറെ ഒരു വിവാഹം കഴിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിർബന്ധ സാഹചര്യമുണ്ടായി. അങ്ങനെ വരാം. ആദ്യത്തെ ഭാര്യയ്ക്ക് അസുഖമാണ്, ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അങ്ങനെ സംഭവിക്കുമല്ലോ സാധാരണഗതിയിൽ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ സ്ത്രീയെ ഒഴിവാക്കിയിട്ട് വേറെ ഒരാളെ വിവാഹം കഴിക്കുന്നതാണോ നല്ലത്, അതോ അവരെ ആ ഭാര്യാപദത്തിൽ നിലനിർത്തി വേറെ ഒരു വിവാഹം കഴിക്കുന്നതാണോ നല്ലത് എന്നതിൽ ഇസ്ലാം തീർച്ചയായും രണ്ടാമത്തെ ഒരു വിവാഹത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് 1, 2, 3, 4, പരമാവധി 4 എന്നുള്ള രീതിയിൽ നൂറ്റുകണക്കിൽ വിവാഹങ്ങൾ നടന്നിരുന്ന ഒരു സമൂഹത്തെ നിയന്ത്രിച്ച് കൊണ്ടുവന്ന് ഇസ്ലാമിന്റെ ആ സ്പിരിറ്റും ചൈതന്യവും ആ നിയമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ച് കൊണ്ടുവന്ന് മാക്സിമം നിങ്ങൾക്ക് സാധിക്കുക 4 വരെ വിവാഹം കഴിക്കാമെന്നാണ്. 4 അധികം നിങ്ങൾക്ക് ഒരു സാഹചര്യത്തിലും കഴിക്കാൻ പാടില്ല. അപ്പൊ ആ രീതി അത് തന്നെ ഒന്നിലേറെ നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ട് എങ്കിൽ അതിന് അനിവാര്യമായ ന്യായമായ കാരണമുണ്ടാവണം. ആ കാരണത്തോടു കൂടി തന്നെ നിങ്ങൾ കഴിക്കുമ്പോൾ അതിൽ പൂർണ്ണമായ നീതി പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യണം. ഇങ്ങനെയുള്ള ഉപാധികളോട് കൂടിയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിലെ വിവാഹ രീതിയെ നിയന്ത്രിച്ചത്, ബഹുഭാര്യത്വത്തിന്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളമാണ് ഇങ്ങനെ ബഹുഭാര്യത്വം അനുവദിച്ചു, അതുകൊണ്ട് സ്ത്രീകളോട് അനീതി പ്രവർത്തിച്ചു എന്നുള്ള രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ ആ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? ആ സമൂഹത്തിൽ ബഹുഭാര്യത്വം എന്ന് പറയുന്നത് നിഷിദ്ധമാണ്. പക്ഷെ അവർക്ക് മറ്റുള്ള ഭാര്യ ഭർത്തൃ കുടുംബ ബന്ധങ്ങളുണ്ടല്ലോ, വിവാഹ ബാഹ്യമായ ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിയന്ത്രണവുമില്ല. അവരുടെ സംസ്കാരം അതാണ്.
അപ്പൊ യൂറോപ്പും അമേരിക്കയും അതുപോലെയുള്ള പാശ്ചാത്യ സംസ്കാരവുമൊക്കെ വിവാഹബാഹ്യമായ ബന്ധങ്ങളെ നമ്മുടെ തന്നെ ഒരു പരേതനായ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു ചായ കുടിക്കുന്നതിന് തുല്യമായിട്ടേ കാണുന്നുള്ളൂ. അങ്ങനെ നിസ്സാരമായ രീതിയിൽ വ്യഭിചാരത്തെ കാണുകയും അന്യ സ്ത്രീകളുമായുള്ള ബന്ധത്തെ അത് വളരെ നിസ്സാരവൽക്കരിക്കുകയും ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഒരുത്തി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട ചീഞ്ഞു നാറുന്ന സംസ്കാരമാണ് മറ്റുള്ളവർ കൊണ്ടു നടക്കുന്നത്. ഈ സംസ്കാരത്തിന്റെ ആളുകളാണ് ഇസ്ലാമിന്റെ നേരെ കൊഞ്ഞനം കുത്തുകയും ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്. അതേ അവസരത്തിൽ അവരുടെ സമൂഹത്തില് ഇങ്ങനെ പിതാക്കളില്ലാതെ ജനിക്കുന്ന കുട്ടികളുടെയും മാരകമായ ലൈംഗിക രോഗത്തിന്റെയും അത് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ദൂഷ്യങ്ങൾ, കെടുതികൾ, അതിന്റെയുമൊക്കെ കേന്ദ്രമായിട്ട് അവരുടെ സമൂഹം മാറിയിരിക്കുന്നു. പക്ഷേ അതോടൊക്കെ ഉള്ളതോടൊപ്പം അവര് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട്, അതിനെല്ലാം വെള്ളപൂശിക്കൊണ്ട് ഇസ്ലാമിന്റെ നേരെ ആക്രോശിക്കുകയാണ്. അതിൽ ബഹുഭാര്യത്വമുണ്ട്, സ്ത്രീകളോട് അനീതിയുണ്ട് എന്ന്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ സ്ത്രീകളെ വ്യഭിചാരത്തിന് നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യുകയും അവരെ കച്ചവടച്ചരക്കാക്കി മാറ്റുകയും ആ രീതിയിൽ അവരുടെ എല്ലാ തരത്തിലുള്ള മാന്യതയും അന്തസ്സും കളഞ്ഞുകുളിക്കുകയും ചെയ്യുന്നത്, അതിലൊന്നും തന്നെ ഒരു സ്ത്രീ പീഡനമില്ല. അതൊക്കെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യം, ആ പേരിലാണ് അവര് അതിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മളൊരു കോഴിയെ അറുത്തിട്ടുകൊണ്ട് ആ കോഴിനറുത്ത് കോഴി ഇങ്ങനെ കിടന്ന് പടയുമ്പോഴുണ്ടല്ലോ, അതിനെ സംബന്ധിച്ചിടത്തോളം ഒരുക്കം പറയുകയാണ് ആ കോഴി സുന്ദരമായി നൃത്തം ചെയ്യുകയാണ് എന്ന്. കോഴി നൃത്തം ചെയ്യുകയാണ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു വിശേഷണമാണ് അവരുടെ നാടുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സ്ത്രീ സ്വാതന്ത്ര്യമാണ് എന്ന് വിളിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹമോചനത്തിന്റെ കാര്യത്തിലും ഒരുപാട് നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. വിവാഹമോചനം എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ ഒരു നിത്യസംഭവമാണ്. ഒരാൾക്ക് എത്ര വേണമെങ്കിലും വിവാഹമോചനം ചെയ്യാം. ഇന്ന് വിവാഹമോചനം ചെയ്ത് നാളെ മടക്കിയെടുത്ത്, മറ്റന്നാൾ വീണ്ടും വിവാഹമോചനം ചെയ്ത് പിന്നെയും മടക്കിയെടുത്ത്, ഇങ്ങനെ അല്ലെങ്കിൽ അതിരും എതിരുമില്ലാത്ത രീതിയിലുള്ള വിവാഹമോചനം നടക്കുന്ന ഒരു സമൂഹമായിരുന്നു അവരുടേത്. പെണ്ണ് കെട്ടാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ കാര്യം തീർക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്കുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഈ സമൂഹത്തെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധവൽക്കരിക്കുകയാണ്. അബ്ഗളുൽ ഹലാലി ഇലല്ലാഹി തലാഖ്, അള്ളാഹ്ക്ക് ഏറ്റവും വെറുക്കപ്പെട്ട കാര്യമാണ് തലാഖ്. വിവാഹമോചനം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വളരെ വെറുക്കപ്പെട്ടതാണ്. അതാരും തന്നെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു രീതിയല്ല, സ്വീകരിക്കേണ്ട ഒരു നടപടിക്രമമല്ല. പലതരത്തിലുള്ള മുൻകരുതലുകളും എടുത്ത്, മുമ്പ് പലതരത്തിലുള്ള നടപടികളും എടുത്ത് അവസാനമായിക്കൊണ്ട് ഒരു അവയവം മുറിച്ചു നീക്കാനുള്ള ഒരു ഘട്ടം വരുമല്ലോ ചില രോഗങ്ങൾക്ക്. ആ അവയവത്തെ നിലനിർത്തിയാൽ ശരീരം മുഴുവൻ ബാക്കിയാവുകയില്ല. അങ്ങനെയുള്ള ഘട്ടം വരുമ്പോഴാണ് ശരീരത്തിലെ അവയവത്തെ നീക്കം ചെയ്യുക എന്ന് പറയുന്നത്. ഇതുപോലെ സ്വീകരിക്കേണ്ട ഒരു രീതിയാണ് വിവാഹമോചനം എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിനു മുമ്പായിട്ട് ചെയ്യാവുന്ന പല രീതിയിൽ നിങ്ങൾ ക്ഷമിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. നിങ്ങളുടെ ഭാര്യയുടെ ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ 100 തരത്തിലുള്ള സ്വഭാവം നിങ്ങൾക്ക് നല്ലതായിട്ട് അവൾ കണ്ടേക്കും. അവളുടെ നന്മയുടെ വശങ്ങൾക്ക് നിങ്ങൾ മുൻഗണന കൽപ്പിക്കണം. ഈ രൂപത്തിലുള്ള ഒരുപാട് ഉപദേശങ്ങൾ, അങ്ങനെ ഉപദേശങ്ങളും ആ രൂപത്തിലുള്ള ഗുണദോഷങ്ങളും ഒന്നും പ്രയോജനപ്പെടുന്നില്ല എന്ന് കണ്ടാൽ മധ്യസ്ഥന്മാർ മുഖേന നന്നാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് വിവാഹമോചനം ചെയ്യാനുള്ള അനുവാദം ഉണ്ടാകുന്നത്. അത് തന്നെ തിരിച്ചെടുക്കാനുള്ള ചില സന്ദർഭങ്ങൾ ബാക്കി വെച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള വിവാഹമോചനം. ആ രീതിയിൽ വിവാഹമോചനം നടത്തി അതുകൊണ്ടൊന്നും ശരിയാകുന്നില്ല, ഈ രണ്ടുപേരും തമ്മിൽ ഒത്തുപോകുന്ന യാതൊരു ലക്ഷണവുമില്ല, അത് ഇനി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നൊരവസ്ഥ വരികയും അവരെ തമ്മിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തെ, രണ്ടാളുടെയും ജീവിതത്തെ അത് പാഴാക്കിക്കളയലാണ് എന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് തലാഖ് ഉണ്ടാവുകയും ഇവർ തമ്മിലുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പറഞ്ഞു അത്തലാഖു മർറത്താൻ ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ, നല്ല രൂപത്തിൽ സുന്ദരമായിട്ട് വേർപ്പെടുക,
2 തവണ ഇങ്ങനെ വിവാഹമോചനം നടത്തി 3ാമത്തെ തവണയോടുകൂടി വേർപെട്ടു പോവുക. ഇനി അവർക്ക് ഒരു പക്ഷേ വേറെ ഒരു പുത്തൻ ജീവിതം തുടങ്ങാനുള്ള അവസരമുണ്ടായാൽ നന്നായി പോവാനുള്ള സാധ്യതയുണ്ട്. ഈ വിവാഹമോചനം അനിവാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലെത്തിയ വിവാഹബന്ധം പിന്നെയും പിടിച്ചു നിർത്താൻ ശ്രമിച്ചാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. 2ആളുടെയും ജീവിതം നരകമായി പോവുകയാണ് ഉണ്ടാവുന്നത്. അപ്പൊ 2ആൾക്കും ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള അവസരങ്ങൾ കൊടുക്കുക, ഇതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു സന്ദർഭം ഇല്ലാത്തതിന്റെ പേരിൽ പാശ്ചാത്യൻ സമൂഹങ്ങളിൽ പലപ്പോഴും ക്രൈസ്തവ ആചാരങ്ങൾ അനുസരിച്ച് ഇങ്ങനെയുള്ള വിവാഹമോചനത്തിനുള്ള അവസരം പല സമൂഹങ്ങളിലും ഉണ്ടായിരുന്നില്ല. അവരവർക്ക് തിരുത്തി ഇപ്പോൾ അങ്ങനെ വിവാഹമോചനത്തിനുള്ള അനുവാദം വേണമെന്നും കോടതിയിലൂടെ വേർപ്പെടാമെന്നുമൊക്കെ അവരവരുടെ സമ്പ്രദായങ്ങളെയും നിയമങ്ങളെയും മാറ്റിയിരിക്കുകയാണ്. കാരണം അത് മനുഷ്യ സമൂഹത്തിന്റെ താല്പര്യമാണ്. അപ്പൊ ഈ രീതിയിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീജനങ്ങളുടെ അവകാശങ്ങൾ ഉയർത്തിക്കാട്ടി സമൂഹത്തിൽ അവരുടെ സ്ഥാനം പൊലിപ്പിച്ചു കൊണ്ടുവരികയും അവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അനന്തരാവകാശത്തിന്റെ നിയമം നമ്മൾ എടുത്തു നോക്കുക. അനന്തരാവകാശം പുരുഷന്മാർക്ക് തന്നെ മുഴുവൻ കിട്ടാത്തൊരു സമൂഹമായിരുന്നു അറേബ്യയിൽ ഉണ്ടായിരുന്നത്. മൂത്ത മക്കൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിലെ കുടുംബത്തിലെ മുതിർന്നവർക്ക് മാത്രം അവകാശം. പരിശുദ്ധ പ്രവാചകൻ സ്ത്രീകൾക്ക് തീർച്ചയായും സ്വത്തിൽ അവകാശമുണ്ട്. ലിർരിജാലി നസീബുൻ മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ വലിന്നിസാഇ നസീബുൻ മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ മിമ്മാ ഖല്ല മിൻഹു ഔ കസുർ. ധാരാളം സ്വത്തുണ്ടാവട്ടെ അല്ലെങ്കിൽ കുറഞ്ഞ സ്വത്താവട്ടെ, മരിച്ച ആളുടെ ആൺമക്കള് പെൺമക്കള്, ആൺമക്കൾക്കുള്ളതുപോലെ തന്നെ പെൺമക്കൾക്കും അതിൽ അവകാശമുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ബാധ്യതകൾ അനുസരിച്ച് അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ആ ഉപാധി അനുസരിച്ചുകൊണ്ട് അവർക്ക് ഈ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ സമൂഹത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുകയും അതിനാവശ്യമായ നിയമങ്ങളും അതിനാവശ്യമായ നടപടിക്രമങ്ങളും തിരുമേനി സ്വീകരിക്കുകയും ചെയ്തതായി നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. അങ്ങനെ ആ സ്ത്രീകളുടെ പദവികൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. അവരോട് നല്ല രൂപത്തിൽ പെരുമാറണമെന്നുള്ള നിർദ്ദേശം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യശ്വാസം വലിക്കുന്നത് വരെ തന്റെ ഉമ്മത്തിനെ ഉപദേശിച്ചിട്ടുണ്ട്. ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറ, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറ, സ്ത്രീകളോട് നിങ്ങൾ നല്ല രൂപത്തിൽ പെരുമാറണം. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വാന ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തന്റെ കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്, ഞാൻ എന്റെ കുടുംബത്തോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ സമൂഹത്തോടുള്ള പെരുമാറ്റം അത് സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം, ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം, സ്നേഹത്തോടുകൂടിയായിക്കൊണ്ടായിരിക്കണം, അവരുടെ പ്രകൃതിയും അവരുടെ സ്വഭാവങ്ങളുമൊക്കെ മാനിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ള രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകി സ്ത്രീ സമൂഹത്തിന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് പ്രവാചകൻ വളരെയേറെ ബോധവൽക്കരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് സ്ത്രീകൾ അവരുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച്, അവരുടെ മറ്റു തരത്തിലുള്ള സമൂഹത്തിലെ ഇടപാടുകളെ സംബന്ധിച്ച് ഒക്കെ വിശുദ്ധ ഖുർആനും ഇസ്ലാമിന്റെ പ്രവാചകനും അതുപോലെ ശരീഅത്തിലെ നിയമങ്ങളുമൊക്കെ വ്യവസ്ഥകൾ ഉണ്ടാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകളുടെ സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരുടെ വസ്ത്രങ്ങൾ മാന്യമായിരിക്കണം. വലാ യുബ്ദീന സീനത്തഹുന്ന, അവരുടെ സൗന്ദര്യം അവർ വെളിപ്പെടുത്തരുത്. വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, ആ പഴയ ജാഹിലിയ്യ കാലത്തെ പോലെ സൗന്ദര്യ പ്രദർശനം നടത്തരുത്. അങ്ങനെയുള്ള ഒരു ജീവിതവും ഒരു വൃത്തികെട്ട ശൈലിയും നിങ്ങൾ സ്വീകരിച്ചാൽ സമൂഹത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അത് നിങ്ങളുടെ തന്നെ സുരക്ഷിതത്വത്തിന് എതിരാണ്, അപകടകരമാണ്. അതുകൊണ്ടാണല്ലോ പ്രശസ്ത എഴുത്തുകാരിയായ ഒരു മുസ്ലിം ഇസ്ലാമിലേക്ക് വന്ന സാഹിത്യകാരി പർദ്ദയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് അത് എനിക്ക് സംരക്ഷണമാണ് എന്നാണ്. ആ പർദ്ദ ധരിക്കുന്നത് എനിക്ക് അതിലൂടെ ഒരു സുരക്ഷിതത്വം ലഭിക്കുന്നു, സമൂഹത്തിൽ അതിന്റെ നേരെ ഒരു ബഹുമാനമുണ്ട്, ആദരവുണ്ട്. എല്ലാം തുറന്നു വിട്ടുകൊണ്ട് നടക്കുന്ന, ശരീരം മുഴുവൻ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകളുടെ നേരെ സമൂഹത്തിനുണ്ടാകുന്ന വികാരവും അവരുടെ നേരെ സമൂഹം കാണിക്കുന്ന അവരോടുള്ള പ്രതികരണവും, അതേ അവസരത്തിൽ മാന്യമായി അന്തസ്സായി
വസ്ത്രധാരണം ചെയ്തുകൊണ്ട് പുറത്തിറങ്ങുന്ന സ്ത്രീകളുടെ നേരെ പാലിക്കുന്ന നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ ആദരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് അതിന് ആവശ്യമായ രീതിയിലുള്ള വസ്ത്രധാരണം, അതിന് പറ്റുന്ന രീതിയിലുള്ള പെരുമാറ്റം അന്യപുരുഷന്മാരുമായിട്ട് ഇടപഴകുമ്പോൾ, സമൂഹവുമായി ഇടപഴകുമ്പോൾ അവിടങ്ങളിലൊക്കെ ചില മര്യാദകൾ പാലിക്കണം, അവിടങ്ങളിലൊക്കെ ചില നിയന്ത്രണങ്ങൾ വേണം. അത് സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമാണ്. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആളുകള് ഇതിന്റെയൊക്കെ പേരിലാണ് ഇസ്ലാമിനെ ക്രൂശിക്കുന്നത്. പർദ്ദ, തല ഒക്കെ മറക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളോടുള്ള വലിയ അക്രമമാണ്, സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ നേരെയുള്ള ഭീഷണിയാണ്. അപ്പൊ സ്ത്രീകൾ ഇങ്ങനെ തുറന്നിട്ട് നടക്കണം. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ചില നിയന്ത്രണങ്ങളൊക്കെ വേണമെന്നും അന്യപുരുഷന്മാരുമായിട്ട് കൂടിക്കലരുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കണമെന്നൊക്കെയുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ്. അപ്പൊ ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് പുരുഷ സ്വാതന്ത്ര്യമാണ്. പുരുഷന്മാരുടേതായ അവരുടെ നികൃഷ്ടമായ വികാരങ്ങൾ, അവരുടെ മൃഗീയമായ വികാരങ്ങൾ, അവരുടെ പൈശാചികമായ വികാരങ്ങൾ അത് ശമിപ്പിക്കാൻ സ്ത്രീകളെ അവർക്ക് കിട്ടേണ്ടതുണ്ട്. ഇതിനു മുന്നിൽ ഇസ്ലാമും ഇസ്ലാമിന്റെ ശരീഅത്തും പ്രവാചകനുമൊക്കെ വലിയ മാർഗതടസ്സമാണ്. ഇന്നും മുസ്ലിം ലോകം എന്ന് പറയുന്നത് ലോകത്തിലെ വലിയ ഒരു ജനവിഭാഗമാണ്, ലോകത്തിന്റെ വലിയ ഒരു ഭൂപ്രദേശമാണ്. ഈ പ്രദേശങ്ങളിലും ഈ ഭൂവിഭാഗങ്ങളിലും ഈ മനുഷ്യ സമൂഹത്തിലുമൊക്കെ ഈ സംസ്കാരത്തിന് അഗാധമായ സ്വാധീനമുണ്ട്. അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും അവരുടെ രീതിയിൽ കുത്തഴിഞ്ഞ വൃത്തികെട്ട മലിനമായ ആ സംസ്കാരത്തിന്റെ വക്താക്കളാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട വിഡ്ഢികളായ ആളുകൾ ഇതാണ് സ്വാതന്ത്ര്യം, ഇതാണ് പുരോഗതി, ഇതാണ് കാലഘട്ടത്തിന്റെ താല്പര്യം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അതിന്റെ പുറകെ പോവുകയും ആ സംസ്കാരത്തെ പുണരുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ വിനകളാണ് മനുഷ്യ സമൂഹം ഇന്ന് കൊയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രവാചകന്റെ മാർഗദർശനങ്ങളിലേക്കും നിർദ്ദേശങ്ങളിലേക്കും ജീവിത രീതിയിലേക്കും തിരിച്ചു പോവുക മാത്രമാണ് നമുക്ക് രക്ഷയും മോക്ഷവും സമാധാനവും വേണമെങ്കിൽ വേണ്ടത് എന്നും നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയന്നുകൊണ്ട് ജീവിക്കുകയും അവന്റെ ശരീഅത്തിനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.